ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പ്രോൺസ് ബിരിയാണി ആയിട്ടാണ്. പ്രോൺസ് ദം ബിരിയാണിയാണ്. ഇതൊരു തലശ്ശേരി സ്റ്റൈലിലുള്ളൊരു ദം ബിരിയാണിയാണ്. ഈ ദം ബിരിയാണി നമുക്ക് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നോക്കാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ബിരിയാണിയുടെ അതേ സ്റ്റൈലിലുള്ളത് തന്നെയാണിത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചെമ്മീൻ എടുത്ത് ക്ലീൻ ചെയ്ത് ഡീവെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണിത്. ഒരുവിധം വലിയ ചെമ്മീനാണെങ്കിലാണ് പ്രോൺസ് ബിരിയാണിക്ക് നല്ലത്. ഇനി ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ മീറ്റ് മസാല പൗഡർ. ഗരം മസാല പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെമ്മീൻ അങ്ങനെ മസാല പുരട്ടി 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചിരിക്കണം, മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട്. അപ്പോൾ ചെമ്മീൻ അങ്ങനെ പുരട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് അരി റെഡിയാക്കാൻ നോക്കാം. 1 കിലോ കൈമാരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ബസ്മതി ആയാലും മതി. 1 കിലോ കൈമാരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർക്കാൻ വയ്ക്കാം. അരി വാർക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 1/2 മണിക്കൂറിനുള്ളിൽ തന്നെ വേവിക്കാൻ എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഒരു അടുപ്പിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം അളവിൽ നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. കൈമാരി ആണെങ്കിൽ 1 കിലോ അരിക്ക് 9 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതിയാവും. ബസ്മതി റൈസ് ആണെങ്കിൽ 1 കിലോയ്ക്ക് ഒരു 10 ഗ്ലാസോളം വേണ്ടി വരും. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള പാത്രം ചൂടാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ റൈസ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ദം ചെയ്യണത്. നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. 2 തക്കോലം, ഒരു 4-5 ഗ്രാമ്പൂ, 2-3 പീസ് പട്ട, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, 3-4 ഏലക്ക, പിന്നെ ഒരു 2 ബേ ലീവ്സ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടത്, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം. ഇത്ര നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. ഇതൊരു 10-20 സെക്കൻഡ് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള, വലിയ സവാളയാണെങ്കിൽ 1/2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് വഴറ്റാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നാൽ മതി, അതിൻ്റെ കളറ് മാറാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി ഓവറായിട്ട് ഫ്രൈ ആവാൻ പാടില്ല. അരിയിലുള്ള ആ ഒരു നനവ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഈ സമയത്ത് നമ്മുടെ മറ്റേ അടുപ്പിൽ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അരി ഒരു 2 മിനിറ്റ് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അളന്നാണ് വെള്ളം വെച്ചിരിക്കുന്നത്, കാരണം നമ്മളിവിടെ വെള്ളം വറ്റിച്ചാണ് അരി വേവിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1.5 ടീസ്പൂണുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചത്, അപ്പോൾ ഇതിൽ പെട്ടെന്ന് തന്നെ തിള വരും. ഇനി നമുക്ക് ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഈ കൈമ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് മാക്സിമം ഒരു 10 മിനിറ്റ് മതി. അപ്പോൾ ഇടയ്ക്ക് നമുക്കിത് വേണമെങ്കിൽ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അരിയുടെ വേവ് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ അരിയുടെ വേവിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 2 ഗ്ലാസ് തിളച്ച വെള്ളം കരുതിയിരിക്കണം, നല്ലതായിരിക്കും. ഇപ്പോൾ അരിയിലെ വെള്ളം വറ്റാറാകുമ്പോഴത്തേക്കും അരി കുറച്ചുകൂടി വേവാനുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അഥവാ വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ റൈസ് ഒരു 90-95% വെന്തിട്ടുണ്ട്. ഇതൊരു അവസാനം ഒരു 20 മിനിറ്റോളം ദമ്മിൽ കിടക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓവറായിട്ട് വേവിക്കേണ്ട ആദ്യമേ തന്നെ. അപ്പോൾ ഇനി റൈസ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത് ചെമ്മീൻ വറുക്കാനായിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചെമ്മീൻ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ചെമ്മീൻ അങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ കിടന്ന് അങ്ങനെ നന്നായിട്ട് കുക്കാവണം എന്നില്ല, കാരണം നമ്മളിത് മസാല ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യണതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആയി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്യണ സമയത്ത് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 5 വലിയ സവാള ഇതുപോലെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്.
പിന്നെ ചതച്ചെടുക്കാനായിട്ട് ഒരു 8-10 ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു 3 ഇഞ്ച് കഷ്ണം വരുന്ന ഇഞ്ചി, ഒരു 6 പച്ചമുളക്, ഇത്രയും നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ഒരു 2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പൊടിച്ച ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ഒരു പിടി വീതം. ഇനി നമുക്കിത് മിക്സിയിൽ ചതച്ചെടുക്കാം. ഇത് അരഞ്ഞ് പേസ്റ്റ് പോലെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് വെറുതെ ചതച്ചാൽ മതി. ഇനി നമുക്ക് മസാല റെഡിയാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് സവാള വഴറ്റാൻ ആവശ്യമുള്ള നെയ്യോ വെളിച്ചെണ്ണയോ, അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് രണ്ടും കൂടിയാണ്, നെയ്യും വെളിച്ചെണ്ണയും കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് വഴറ്റാം. നമ്മളിപ്പോൾ ചെമ്മീൻ വറുത്ത് വെച്ചാൽ എണ്ണ വല്ലതും ബാലൻസ് ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. സവാള പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമുക്ക് ചേർത്ത് വഴറ്റാം. മസാല റെഡിയാകുമ്പോൾ സവാള ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ആവണമെന്നൊന്നുമില്ല, ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട, നല്ല രീതിയിലൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു കിട്ടാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചിട്ട് വേവിക്കാം. അതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊക്കെ ഒന്ന് തുറന്നിട്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം തക്കാളിയൊക്കെ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ വേവാനായിട്ട് ഒരു 10-15 മിനിറ്റോളം നമുക്കിത് അടച്ചിട്ട് വേവിക്കാം. നമ്മളിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്തതാണ്, അപ്പോൾ ഇത് നന്നായിട്ട് കുക്കാവാനായിട്ട് നമുക്കിത് അടച്ച് വേവിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് പിടിക്കുകയും വേണം. പിന്നെ ഈ മസാലയിൽ കിടന്ന് വേവുമ്പോൾ ചെമ്മീൻ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയുടെ ഒരു 1/4 ഭാഗം നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ബാക്കി 1/4 ഭാഗം നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനെപ്പോഴും അവസാനം കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ സ്പൈസസിൻ്റെ ഫ്ലേവർ എപ്പോഴും മസാലയിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ദം ചെയ്യലാണ്. അപ്പോൾ ദം ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പകുതി ചോറ് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഇതിലാണ് നമ്മൾ ദം ചെയ്യുന്നത്.
പകുതി റൈസ് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ലെവലാക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുഴുവനായിട്ടും ചെമ്മീൻ മസാല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരുന്ന ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് വിതറാം. പിന്നെ വേണമെങ്കിൽ വറുത്ത സവാളയും കാഷ്യൂം റൈസിൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അത് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒരു 5-6 കുഴി ഈ റൈസിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കൊടുക്കാം. കാരണം ആവി അതിൽ കൂടി പെട്ടെന്ന് മുകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ചൊരു 3-4 ഡ്രോപ്പ് നെയ്യ് നമുക്ക് തളിച്ചു കൊടുക്കാം. ഇനി ദം ചെയ്യാനായിട്ട് ഇതുപോലെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ പാൻ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ദം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനത്തെ പാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഏതെങ്കിലും പഴയ ദോശക്കല്ലോ ആയാലും മതി. ഈ പാൻ ഒന്നൊരു നല്ല ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കിയിടാം. ഈ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ബിരിയാണി പോട്ട് എടുത്ത് വെക്കാം. ആ ലിഡിൽ കാണുന്ന ചെറിയ ഹോൾ വരെ നമ്മൾ അടച്ചു കൊടുക്കണം. ഞാൻ സാധാരണ പുതിനയുടെ തണ്ട് വെച്ചിട്ടാണ് ഇത് അടയ്ക്കാറ്. അതുപോലെ ഇതിൻ്റെ ലിഡും നല്ല ടൈറ്റ് ആയിരിക്കണം. കുറച്ച് ലൂസായിട്ടുള്ള ലിഡാണെങ്കിൽ ആവി അതിൻ്റെ ഇടയിൽ കൂടി പോകും. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. ലോ ഫ്ലെയിമിൽ ഇതൊരു 20 മിനിറ്റ് നേരം ഇങ്ങനെ ദമ്മായിട്ടിരിക്കണം. 20 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അത് സെർവ് ചെയ്യാൻ നേരത്തെ മാത്രം തുറന്നു നോക്കിയാലും മതിയാവും. ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും മസാലയൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ചിലർക്ക് ഇപ്പോൾ റൈസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മസാലയിൽ പൊതിഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്കിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി നൂപ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.